എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ നമ്മുടെ ഈ ബാച്ചിൽ വിരിഞ്ഞ കുറച്ച് കോഴികളും അവരുടെ മക്കളുടെയും വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഫസ്റ്റ് ഇപ്പോൾ കാണുന്ന വീഡിയോയിലുള്ളതാണ് നമ്മുടെ വീട്ടിലെ മൂത്ത കോഴി തള്ളപ്പെട്ട. ഇവളാണ് ഈ സീസണിൽ ആദ്യമായിട്ട് വിരിയാൻ തുടങ്ങിയത്. അവൾക്ക് 7 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അവൾ കുഞ്ഞുങ്ങളെല്ലാം കുത്തിയാട്ടിയിട്ട് വീണ്ടും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ കൊടുത്തു. ഇനി ഇവളുടെ ഈ കുഞ്ഞുങ്ങളിലൊന്നും ബാലൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവളുടെ മുന്നേ കുറച്ച് കോഴികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇവളിൽ നിന്നാണ് നമ്മുടെ എല്ലാ കോഴികളുടെയും തുടക്കം. ഇവൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. ഇവളുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന നേക്കട് കോഴിയൊക്കെ. അമ്മ കോഴി വിരിഞ്ഞതിന് ശേഷം വിരിഞ്ഞ കോഴിയാണ് ഇവൾക്കും 7 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ 5 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളെ അന്ന് എറളാടി കൊണ്ടുപോയി ഫസ്റ്റ് ടൈമിൽ. നമ്മളെന്തായാലും വിരിഞ്ഞിറങ്ങിയതിന് ശേഷം ഒരു 20-25 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വിട്ടാക്കാറുള്ളത്. ഇനിയിപ്പോൾ ഒരു കോഴി അടയിലിരിക്കുന്നുണ്ട്. ഒരു കോഴി മുട്ടിട്ടിട്ട് അടയിരിക്കാറായിക്കൊണ്ടിരിക്കുന്നു. അത് ഈ നെക്കിനെ പോലെ തന്നെ ഉള്ള വേറെ നെക്കാണ്. കളറെല്ലാം സെയിമാണ്. അവൾ അടയിരുന്നിട്ടില്ല. അവളിന്നിപ്പോൾ ഇരിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവളെ മാത്രമാണ് നമ്മൾ പുറത്ത് വിട്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 1 മാസം പ്രായമായി തുടങ്ങി. 1 മാസം പ്രായം കഴിഞ്ഞു. അപ്പോൾ ഇവളിനെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വിട്ടാക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊന്നും വിട്ടാക്കാൻ തുടങ്ങിയില്ല. 2 ബാച്ചിന് ഇനി വിട്ടാക്കാനുണ്ട്. 1 ബാച്ച് ഇനി അടയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ബാച്ചിനെ നമ്മളൊരു 10 ദിവസം കൂടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കണം. മറ്റേത് ഇപ്പോൾ വിരിഞ്ഞിട്ടൊരു 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അവളിനെയും മെല്ലെ കണ്ടിട്ട് പുറത്തിറക്കണം ഒരു 20 ദിവസം കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സുന്ദരി കോഴി ഉണ്ടല്ലോ, അവളും ഞാൻ ഫസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന അമ്മ കോഴി പറഞ്ഞില്ല, ഇവർ രണ്ടാളും ഒരമ്മയുടെ ഒപ്പമുള്ള മക്കളാണ്. ഇവർ രണ്ടാളും ഒരേ പ്രായക്കാരാണ്. ഇവളും നല്ല ബ്രീഡിങ് കോഴിയാണ്. ഇവളുടെ കുഞ്ഞാണ് ഇപ്പോൾ അന്ന് അടയിരിക്കുന്ന ഒരു കോഴി. എന്താ പറയുക, ഓൾഡ് ലൈനേജ് വെള്ളി കളറുള്ളൊരു കോഴി ഉണ്ടല്ലോ, അത് ഇവളുടെ മകളാണ്. ഇവളിനെ മറ്റേ കോഴിയുടെ ഒപ്പം തന്നെയാണ് അടവെച്ചത്. പക്ഷെ ഇവള് വിരിഞ്ഞ് ഫസ്റ്റ് കുഞ്ഞുങ്ങൾ 9 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 9 കുഞ്ഞുങ്ങളെ പുളിയുറുമ്പ് കടിച്ചു കൊന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 5 മുട്ട വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ഇതിലൊരു 5 കുഞ്ഞുങ്ങളുണ്ടായി. അതിലൊരു കുഞ്ഞിന് കാലും കൊണ്ട് വയ്യ. ആ കുഞ്ഞിപ്പോൾ ചത്തുപോയി. പിന്നെ 4 കുഞ്ഞുങ്ങളാണുള്ളത്. ഇപ്പോൾ കുറച്ച് ഒരു 10 ദിവസത്തെ വളർച്ചയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ. ഇവളാണ് ഇനിയിപ്പോൾ അടുത്ത് പുറത്തിറക്കാനുള്ളത്. ഇനി വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ കാർത്തു. ഇവള് വിരിഞ്ഞിട്ട് 4 ദിവസമൊക്കെ ആയി. ഇവൾക്കിപ്പോൾ 6 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. 7 മുട്ടയാണ് വെച്ചത്. പക്ഷെ ഒരു മുട്ട എന്തായെന്നൊരു പിടുത്തമില്ല. വിരിയാത്ത മുട്ടയായിട്ടും കണ്ടില്ല. കുഞ്ഞുങ്ങൾ 6 വിരിഞ്ഞിട്ടുള്ളൂ. ഒരു മുട്ടയ്ക്ക് എന്തോ സംഭവിച്ചത്, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇവളുടെ കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല, 6 പേര്. 3 ബ്ലാക്കും 3 ലൈനേജ് കളറാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. ഇതിൽ 3 നേക്കറിനൊപ്പം 3 നോർമൽ കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ എല്ലാ പ്രാവശ്യം വിരിയുമ്പോൾ നേക്കറിനൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറേ പേരിനൊക്കെ കൊടുത്തു. കുറേ പേര് ഇവിടെ നല്ല നായരൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് കുറേ അങ്ങനെ പിടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അയച്ചു വിട്ട് വളർത്തുന്നത് കൊണ്ട് ഉണ്ടാവുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം.